ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഭരണം എന്ന് പറയുന്നത് ഏറ്റവും അഴിമതി പിടിച്ച ഒരു ഭരണമാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭരണമാണ്. പത്മജ വേണുഗോപാൽ അവർ അധികാരമോഹി ആയതുകൊണ്ട് അങ്ങോട്ട് ചാടിപ്പോയത്. ആർക്ക് ഇപ്പം കോൺഗ്രസ്സുകാരന് വോട്ട് ചെയ്താൽ ഈ കോൺഗ്രസ്സുകാരൻ നാളെ തിരിഞ്ഞ് BJP പോകത്തില്ലെന്ന് എന്ത് ഉറപ്പ്? ഇടതുപക്ഷവും പറയും BJPയും പറയും ഞങ്ങളെല്ലാവരും ജയിക്കുമെന്ന്. ആരെങ്കിലും ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടോ? അവരൊക്കെ പോകുമ്പോൾ കേരളത്തിൽ ഫലിക്കത്തില്ല എന്ന് പറയാൻ പറ്റും. അത് തീർച്ചയായും ഫലിക്കും. LDF പിടിക്കുന്ന കാര്യത്തിൽ സംശയമാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കായംകുളത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിവിടുത്തെ കുറച്ച് ഓട്ടോ ചേട്ടന്മാരോടൊപ്പമാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് വിവിധ രാഷ്ട്രീയം പറയാനുണ്ടായിരിക്കാം, അവർക്ക് അവരുടെ ഹിതങ്ങൾ പറയാനുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് അവരുമായി കുറച്ച് രസകരമായ രാഷ്ട്രീയം ചർച്ച ചെയ്യാം. നമുക്ക് അവരുടെ ഹിതം കേൾക്കാം, ജനഹിതം കേൾക്കാം. ചേട്ടാ, ഇടതുപക്ഷത്തിൻ്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച AM ആരിഫാണ് സ്ഥാനാർത്ഥി. ഇത്തവണ ആരിഫ് വീഴുമോ വാഴുമോ? വീഴും. വീഴും. ആരിഫ് വീഴും. വീഴും. എന്താ ചേട്ടൻ്റെ അഭിപ്രായം? ആരിഫ് ജയിക്കും. ആരിഫ് ജയിക്കും. ആരിഫ് ജയിക്കും. കാത്തിരുന്നോ തന്നേക്കാൾ? അതൊക്കെ ചുമ്മാ പറയാം. 19 ഒരിടത്ത് മാത്രമുള്ള കനലായിക്കോട്ടോ. ഇവിടെ ആരിഫ് ജയിക്കും. ആരിഫ് ജയിക്കും. സംശയമൊന്നുമില്ല. BJPയുടെ ശോഭാ സുരേന്ദ്രൻ മോശക്കാരിയൊന്നുമല്ല, ശക്തിയായ സ്ഥാനാർത്ഥിയാണ്. ചിലപ്പോൾ അധികാരത്തിൽ വന്നാലോ? അങ്ങനെ വരാനൊരു സാധ്യത ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ല. വരുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ 20 19 പോയപ്പോഴും ആലപ്പുഴ പിടിച്ചു നിന്നത് ഇടതുപക്ഷത്തിന്റെ കയ്യാ. അപ്പൊ ആ ഇടതുപക്ഷത്തെ ഇക്കുറി അങ്ങനെ വിട്ടുകളയും. അന്നത്തെ സാഹചര്യം ആയിരിക്കത്തില്ലല്ലോ ഇന്നും. അട്ടിമറി ചിലപ്പോൾ നടന്നിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എലിവേറ്റഡ് ഹൈവേ വരേണ്ടടുത്ത് അത് ഉണ്ടായിട്ടില്ല. ഇവിടെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇടതുപക്ഷം ഇവിടെ പരാജയമാകത്തതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കോൺഗ്രസ് തന്നെ ജയിക്കും. കോൺഗ്രസ് തന്നെ ജയിക്കും. അതിനൊരു തർക്കവും. BJP ജയിക്കും എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ട്? കേരളത്തിൽ എവിടെങ്കിലും ജയിക്കുവോ? BJP ജയിക്കില്ല. ഇതുവരെ ജയിച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ അവര് പറയുന്നത് 6 ലോക്സഭാ മണ്ഡലങ്ങൾ അവർക്ക് A+ ലോക്സഭ പറയും, ഇടതുപക്ഷവും പറയും, BJPയും പറയും ഞങ്ങളെല്ലാരും ജയിക്കുമെന്ന്. ആരെങ്കിലും ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടോ? വരില്ല. അങ്ങനെ വരാത്തത് ഇടതുപക്ഷത്തിന്റെ പവർ ഉണ്ടല്ലേ? എന്താ ചെയ്യേണ്ട അഭിപ്രായം? ഇടതുപക്ഷത്തിന്റെ പവറുണ്ട്. ആണ്. പക്ഷെ എന്തായിട്ട് ഇടതുപക്ഷം 20 19 വരായിരുന്നു? അതൊക്കെ ഞാൻ മാറി തിരിഞ്ഞൊക്കെ വരുന്നുണ്ടല്ലോ. 20 സീറ്റിലും LDF വന്നിട്ടുണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ. വന്നിട്ടുണ്ട്. 20 പിന്നെ 19 കോൺഗ്രസ് എത്തിയിട്ടുള്ളൂ. 20 കോൺഗ്രസ് LDF എത്തിയിട്ടുണ്ട്. എവിടെ? ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ശരിയാ. എന്താ എന്നോട് അഭിപ്രായം? അതുപോലെ അല്ലേ? പ്രത്യേകിച്ചൊന്നും അഭിപ്രായം എന്നോട് പറയാനില്ല. ഈ അല്ലാതെ സർക്കാരിന്റെ പ്രശ്നങ്ങളൊക്കെ കാര്യമായി ചർച്ചയാവുന്നൊരു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരുപാട് പരാജയമാണ്. ഇവിടെ ഒരുപാട് പരാജയങ്ങളുണ്ട്. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. ക്യാമ്പസിൽ നടക്കുന്ന എന്താണെന്ന് ഒരു പയ്യനെ കുറ്റവിചാരണ സിദ്ധാർത്ഥനെ ക്രൂരമായി തല്ലിക്കൊല്ലുകയില്ലായിരുന്നു. കെട്ടിത്തൂക്കിയിട്ട് എന്താണ് അതിന് ഉള്ള നടപടി എടുത്തിട്ടുള്ളത്? ഒന്നും എടുത്തിട്ടില്ല. അതെല്ലാം ഈ പിള്ളേരെ കോളേജിലേക്ക് വിടുന്ന രക്ഷകർത്താക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കുട്ടികളെ പഠിപ്പിക്കാൻ വിടാൻ പേടിച്ചിരിക്കുകയാണ്. അതിനെല്ലാം തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വലിയ ചർച്ചാ വിഷയമാവുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഈ നിലവിലത്തെ സർക്കാരിൻ്റെ പിന്നെ അഴിമതികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ചർച്ചയായാൽ ഈ 19 മിച്ചം വന്ന ഒരെണ്ണം മാത്രം കിട്ടിയത് കയ്യിൽ നിന്ന് പോകുന്നില്ല. എന്താ ഇത്ര? അല്ല, ചേട്ടൻ വലിയ ആത്മവിശ്വാസത്തിൽ പറയുന്നു. എന്താണ് ചേട്ടൻ ആത്മവിശ്വാസം? 19 പേര് തോറ്റപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥി ആലപ്പുഴ ജയിച്ചു. അതുകൊണ്ട് വീണ്ടും ജയിക്കുമെന്ന് തന്നെ പറയുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, 20 എത്രയിടത്ത് LDF ജയിക്കും? അത് പറയാൻ എനിക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ഞാൻ ഒരു പാർട്ടിയിലുള്ള ആളല്ല. നിഷ്പക്ഷമായിട്ട് ഞാൻ പറഞ്ഞത്. LDF പിടിക്കുന്ന കാര്യത്തിൽ സംശയമാണ്. കാര്യം ഈ അതേ രീതിയിലാണ് ഇവിടുത്തെ അഴിമതി നടന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഭരണം എന്ന് പറയുന്നത് ഏറ്റവും അഴിമതി പിടിച്ച ഒരു ഭരണമാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭരണമാണ്. വടകരയിൽ ശൈലജ ടീച്ചറിനെ പോലെയുള്ള വലിയ നേതാക്കന്മാരെ മത്സരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വടകരയിൽ നിന്ന് മത്സരിച്ചെന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പത്തനംതിട്ട തോമസ് ഐസക് മത്സരിക്കുന്നുണ്ട്. എല്ലാവരും മത്സരിക്കട്ടെ. പ്രായമുള്ളവരൊക്കെ അല്ലേ. അവരെ കഴിഞ്ഞ വട്ടം നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ എന്താ? ഇത്ര കഴിവുള്ളവരായിരുന്നപ്പോൾ കഴിഞ്ഞ വട്ടം നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ അത് ചോദ്യമല്ലേ? ഒരു മുഖ്യമന്ത്രി ആക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടല്ലേ ശൈലജ ടീച്ചറിനെ കഴിഞ്ഞ തവണ മത്സരിപ്പിക്കാത്തതും
പിണറായി വിജയന് വീണ്ടും മുഖ്യമന്ത്രിയാകാനല്ലേ ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തിയത്? അത് പാർട്ടിയുടെ കാര്യം. അത് പാർട്ടിയുടെ കാര്യം അല്ലേ? താൻ ചേട്ടനൊരു അണിയായതുകൊണ്ട് ചേട്ടനെ എങ്ങനെ അതിനെ പറ്റിയിട്ടൊന്നും കാര്യമായി അറിയില്ല അല്ലേ? ശരി, ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ചേട്ടൻ എന്തൊരു വിഷയം പറഞ്ഞല്ലോ, പത്തനംതിട്ടയിൽ തോമസ് ഐസേക്കനെ പോലുള്ളവർ മത്സരിക്കുന്നു, അല്ലെങ്കിൽ ശൈലജ ടീച്ചറിനെ പോലുള്ളവർ മത്സരിക്കുന്നു, ശക്തരായ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ 20-20 കോൺഗ്രസ് പിടിക്കും. തോമസ് ഐസക്കിന് പത്തനംതിട്ട കൊണ്ടിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ജാതിയാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. അല്ലാതെ ജയിക്കുമോ എന്നുള്ള കാര്യം എല്ലാം ഉറപ്പ് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ആലപ്പുഴയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത്? ആരിഫ്. തർക്കമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഉള്ള ഭൂരിഭാഗം ആളുകളും പറയുന്ന ആരിഫ് വരില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ട്? ഇപ്പം പൊതുവേ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കർഷകരെ ദ്രോഹിക്കുന്നു, പെൻഷന്റെ വിഷയം, അല്ലെങ്കിൽ വനം വകുപ്പ് എടുക്കുന്ന എല്ലാ വകുപ്പിലും അഴിമതിയാണ് അവരൊക്കെ പറയുന്നത്. എന്താ ആര് പറയുന്നു? കോൺഗ്രസ്സുകാരും മറ്റു പാർട്ടിക്കാരും ഒക്കെ പറയുന്നു. നമ്മളേത് പാർട്ടിയാണ്? എനിക്ക് പാർട്ടിയൊന്നുമില്ല. പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ചേട്ടൻ പറ, ചേട്ടൻ്റെ അഭിപ്രായം. സംസാരിക്കുന്നതിന് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ല, ചേട്ടൻ്റെ അഭിപ്രായം പറയും. അല്ല, ആരിഫിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ആരിഫാന് ജയിക്കും. സംശയമില്ലാത്ത കാര്യം. ഈ പിന്നെ ആരിഫ് ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേട്ടന് തോന്നുന്നത്? ആരിഫ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം പത്മജ വേണുഗോപാൽ പോയതിനെ പറ്റിയൊന്നും പറയുന്നില്ല. പത്മജ വേണു, അത് പ്രസക്തമായ ചോദ്യമാണ്. പത്മജ വേണുഗോപാൽ പോയതിനെ പറ്റി പത്മജ വേണുഗോപാൽ അവർ അധികാരമോഹി ആയതുകൊണ്ട് അങ്ങോട്ട് ചാടിപ്പോയത്. അത്രേ ഉള്ളു, അതിനപ്പുറത്തോട്ടൊന്നും പറയാനില്ല. ഉണ്ടാവും ചിലപ്പോ. ഇവിടെ വരത്തില്ല. കേരളത്തിൽ അത് വലിക്കത്തില്ല. കേരളത്തിൽ ഫലിക്കത്തില്ല എന്നല്ല, പത്മജ വേണുഗോപാൽ എന്ന് വെച്ചാൽ ഒരു ലീഡറുടെ മകളാണ്. അവരൊക്കെ പോകുമ്പോൾ കേരളത്തിൽ ഫലിക്കത്തില്ല എന്ന് പറയാൻ പറ്റൂ? അത് തീർച്ചയായും ഫലിക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാത്ത ഈ പിന്നെ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങളും കേരളത്തിൽ പ്രതിഫലിക്കില്ലേ? അത് ഓരോരോ ആരോപണങ്ങളാണ്. ഞാനെന്നും പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി പറയല്ല, ഓരോരോ രാഷ്ട്രീയങ്ങളാണ്. രാഷ്ട്രീയത്തിൽ പലതും പറയാം. പക്ഷേ ഇപ്പൊ ഈ പത്മജ വേണുഗോപാൽ വന്നതിന് അത് തീർച്ചയായും കേരളത്തെ ബാധിക്കും എന്നുള്ള നല്ല ബാധിക്കുമോ? ഈ കോൺഗ്രസ്സുകാർ നിൽക്കുന്ന കൂട്ടത്തില് ആർക്ക് ഇപ്പം കോൺഗ്രസ്സുകാരന് വോട്ട് ചെയ്താൽ ഈ കോൺഗ്രസ്സുകാരൻ നാളെ തിരിഞ്ഞ് പിന്നെ BJP പോകത്തില്ലെന്ന് എന്ത് ഉറപ്പ്? അതായത് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്താൽ കോൺഗ്രസ്സുകാർ BJP പോകത്തില്ലെന്ന് എന്താ ഉറപ്പെന്ന്? എന്താ എന്റെ അഭിപ്രായം? എനിക്കൊന്നും പറയാനില്ല. എനിക്കതൊന്നും ഒരു അഭിപ്രായമില്ല, അതിലൊരു മറുപടിയില്ല. അപ്പം ഇവിടുത്തെ ചർച്ചാ വിഷയം അഴിമതി ഒന്നുമില്ല, അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോകുന്നതാണ്. അതെ, ചർച്ച ആലപ്പുഴയിലും പ്രതിപാലിക്കും. തീർച്ചയായും. ആലപ്പുഴയിൽ നിന്നല്ല, ഈ കേരളത്തിലെ എല്ലായിടത്തും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ശരി, ഇടതുപക്ഷം അങ്ങനെയാണ് ഈ കുറി എത്ര സീറ്റ് പിടിക്കും? കുറി ഒരു 18 സീറ്റ് പിടിക്കും. 18 സീറ്റോ? 20-ൽ ഒരിടത്ത് മാത്രം വിജയിച്ചിരിക്കുന്ന LDF കുറി 18 സീറ്റ് പിടിക്കും. ഒരു തർക്കവുമില്ല. ശരി, ഒരു 5 സീറ്റിന്റെ പേര് പറയും. മാവേലിക്കര, ആലപ്പുഴ, തൃശ്ശൂര്, പിന്നെ പത്തനംതിട്ട, ശൈലജ. 5 പേര്. അതായത് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച സമയം തൊട്ട് MP ആയിട്ടിരിക്കുന്ന ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ തോക്കും. സംശയമില്ലാത്ത കാര്യമല്ലേ? തൃശ്ശൂരിൽ വേറൊന്നുമല്ല, നമ്മൾ ചിന്തിക്കണം. ഈ 5 കൊല്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജനപ്രതിനിധിയെ വിടുമ്പം ഈ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പം നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ചുമ്മാ അവിടെ പോയിരുന്നേച്ച് ഈ മൊത്തം ഒന്ന് പരിശോധിച്ച് ഈ 19 പേര് മത്സരിച്ച് 20 പേരിനകത്ത് 19 പേര് മത്സരിച്ച് ജയിച്ചു. ആ വോട്ട് ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കണം, അതിനകത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, മറ്റു കാര്യങ്ങളും എല്ലാം. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ. ആരിഫ് എന്തൊക്കെ ചെയ്തു? ആരിഫ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? എടുത്തെടുത്ത് പറയാനൊന്നും നമ്മളങ്ങനെ അല്ല. ചേട്ടന് തോന്നിയ ഒരു കാര്യം പറയും. രാഷ്ട്രീയത്തിൽ മാത്രം നിൽക്കുന്ന ആളല്ല. ചേട്ടന് തോന്നിയ ഒരു കാര്യം, പിന്നെ വണ്ടി ഓടി വല്ലതും കിട്ടണം, വീട്ടിൽ പിള്ളേർക്ക് അരി മേടിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അപ്പൊ അതില് ആരിഫ് എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ അല്ലെങ്കിൽ MP-യുടെ പ്രവർത്തനത്തിൽ ചേട്ടൻ സന്തുഷ്ടനാണ്? ഒരു കുഴപ്പമില്ല. എത്ര മാർക്ക് കൊടുക്കും? 100 കൊടുക്കും. അത്രയ്ക്ക് മികച്ച MP ആണ്. അതെ. അങ്ങനെയാണെങ്കിൽ ആരിഫിനെ പോലെ 19 പേർക്ക് ആകെപ്പാട് ഒരുത്തനല്ലേ ഉള്ളായിരുന്നു? ഒരാളേ ഉള്ളായിരുന്നു. അപ്പൊ ബാക്കി 19 പേരും മോശക്കാരാണ്. ആരിഫ് മാത്രമേ മികച്ചത്. അതെ, തീർച്ചയായും. അതെ. അപ്പൊ ഈ തവണ എന്തായാലും ആരിഫിന്റെ പ്രഭയിൽ ഇത്തവണ ആരിഫാൻ ആലപ്പുഴ വിജയിക്കും. മികച്ച പാർലമെന്റിന് അതൊന്നും എനിക്കറിയാം. പ്രേമേന്ദ്രൻ. അതെ, NK പ്രേമേന്ദ്രൻ അടക്കമുള്ളവർ നിൽക്കുമ്പം പാർലമെന്റിൽ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അല്ലേ? എന്താ അഭിപ്രായം? പറയേ. കേരളത്തിലെ കാര്യം പറഞ്ഞു. അതുള്ളൂ, എനിക്കൊന്നും പറയാനില്ല. ഇത്രേ ഉള്ളൂ.
എന്തായാലും അഭിപ്രായങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അവർ വ്യത്യസ്ത പാർട്ടിയിലുള്ളവരാണെങ്കിൽ പോലും അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രാഷ്ട്രീയത്തിൽ മാത്രമാണ്. ഒറ്റക്കെട്ടായി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോ ഓടിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഓട്ടോ തൊഴിലാളികളാണ്, സൗഹൃദങ്ങളാണ്. ആ സൗഹൃദങ്ങൾക്ക് പറയുവാനുള്ള രാഷ്ട്രീയം ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. എന്തായാലും ഇവിടെ ചൂട് പിടിച്ചു കഴിഞ്ഞു. ആലപ്പുഴ രാഷ്ട്രീയ ചൂടിൽ തിളച്ചു മറിഞ്ഞു നിൽക്കുകയാണ്.